കോഴിക്കോട് പ്രസ് ക്ലബിൽ ഈ സിഗ്നലിലാണ് എനിക്ക് പത്രത്തിന് കാണാൻ പറ്റും. നിങ്ങൾ ഒരു ബോട്ടിലൊക്കെ ഇറങ്ങിയ വാങ്ങിക്കണോ? ശരിയെന്നാ. ഓർമ്മ വെച്ച നാൾ മുതൽ സാലിയും സഞ്ജുവും കൂട്ടുകൂടിയത് ക്രിക്കറ്റ്. 7ാം ക്ലാസ് വരെ സഞ്ജു പഠിച്ച ഡൽഹിയിൽ പണക്കാരുടെ കളിയാണ് ക്രിക്കറ്റ്. വലിയ വരുമാനമില്ലാത്ത പോലീസ് കോൺസ്റ്റബിളിന്റെ കുടുംബം ക്രിക്കറ്റ് ആഗ്രഹിക്കുന്നതേ തെറ്റാണ്. എന്നിട്ടും സാംസൺ മക്കളെ വീട്ടിലേക്കാണ്. സമ്പന്നരുടെ മക്കൾ പഠിക്കുന്ന റോസറി സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് രണ്ടാളെയും ചേർത്തത്. മക്കളുടെ കളിക്കായി ജീവിതത്തിലെ പല സന്തോഷങ്ങളും മാറ്റിവെച്ചു. രണ്ടാളും മറ്റു കുട്ടികൾക്കിടയിൽ മോശക്കാരാകാതിരിക്കാൻ. 2014 ഓഗസ്റ്റിലാണ് ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിനെ ആദ്യ വിജയിച്ചത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന T20 പരമ്പരയ്ക്കുള്ള 17-അംഗ ടീമിന്റെ ഭാഗമായി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി വാണിരുന്ന MS ധോണിയുടെ ബാക്കപ്പായ സഞ്ജുവിനെ അന്തിമ ഒഴിവാക്കി. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 ടീമിലേക്ക് ക്ഷണം കിട്ടിയതും 2015 ലോകകപ്പിനുള്ള 30-അംഗ സാധ്യതാ പട്ടികയിൽ ഇടമുണ്ടായിരുന്നു. പരിക്കേറ്റ അമ്പാട്ടി റായുഡിന്റെ പകരക്കാരനായി സിംബാബ്വേക്കെതിരായ ടീമിൽ അംഗമായി. അങ്ങനെ കാത്തിരുന്ന് 2015 ജൂലൈ 19 ഹരാരെയിൽ രാജ്യാന്തര T20 സഞ്ജു അവതരിച്ചു. ഇന്ത്യ തോറ്റെങ്കിലും 6ാം വിക്കറ്റിൽ 36 റൺസ് എടുത്ത് അരങ്ങേറ്റം സഞ്ജു ഉഷാറാക്കി. ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു സഞ്ജുവിന്റെ ഏകദിന അരങ്ങേറ്റം. ടിനു യോഹന്നാനും ദേശാന്തിനും ശേഷം ഇന്ത്യൻ ടീമിലെത്തിയ 3ാമത്തെ മലയാളിയും ആദ്യ ബാറ്റ്സ്മാനുമാണ്. മക്കളുടെ കളിക്കായി ജീവിതത്തിലെ പല സന്തോഷങ്ങളും മാറ്റിവെച്ചു. രണ്ടാളും മറ്റു കുട്ടികൾക്കിടയിൽ